ഹായ് നീത, ഞാൻ ആദർശ. യെസ്, ഡയറക്ടർ നാദർശ. അതെ അതെ അതെ. അപ്പോൾ സ്വാഗതം സംവിധായകൻ നാദർശയ്ക്ക് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിലേക്ക്. താങ്ക് യു. ഇത് എത്ര കാലമായി തട്ടേക്കറിൽ തുടങ്ങിയിട്ട്? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയതാണ്. അത് കൂനമാവിലുള്ള സാക്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര ഉണ്ടായാലും തമിഴ് പാട്ടുകാരനായിരുന്നു. പാണ്ടിപ്പാട്ടും പാടി കുറേ നാൾ നടന്നു. അതിനുശേഷം 8ാം ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി കഥകളി സംഗീതം. ഒരു വർഷം കലാമണ്ഡലം ഹൈദരാലി മാഷിന്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ അത് കിട്ടി. പിന്നെ അപ്പം എൻ്റെ വീട്ടുകാരെ അടിച്ച് പാട്ടുകാരനാകാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ നടന്നു. അതിനിടയ്ക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് യാദൃശികമായിട്ട് മിമിക്രിയിൽ നിന്ന് പിന്നെ പാരഡി പാട്ട് രചനയും കൂട്ടുകാരെ കളിയൊക്കെ എഴുതിയ പാട്ടുകൾ ഇഷ്ടമായിരുന്നു കണ്ടപ്പോൾ അത് നാട്ടുകാരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ദൈവം അനുഗ്രഹിച്ച് മിമിക്രിയിൽ വന്നതിന്റെ പേരിൽ ഞാനിപ്പോൾ ഈ സിനിമ സംവിധായകനായിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കും. അമർ അക്ബർ അന്തോണി മിക്കവാറും എല്ലാ തിയേറ്ററിലും പോയി പടം കണ്ടൂലേ? പിന്നെ ഞാൻ ഇറങ്ങി നടന്ന് ഇത്രയ്ക്കൊക്കെ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? സിനിമ ക്ലിക്കാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ക്ലിക്കാവുന്ന വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ അതാണ്. സത്യസന്ധമായിട്ട് ഉത്തരം പറയാണ്. ഇങ്ങനെ ക്ലിക്കാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ ചെറിയ തോതിൽ ആൾക്കാർ നല്ല പടം എന്ന് പറയുന്നു വിചാരിച്ചിരുന്നു. ഞാൻ എല്ലാ തിയേറ്ററുകളിലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് എൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമല്ലേ. അത് ആഘോഷിക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അതിൻ്റെ ഒരു ത്രില്ല് ഒരു കൊച്ചുകുട്ടികളെ പോലെ എനിക്ക് ത്രില്ലടിക്കണം. അല്ലാണ്ട് അതിന് ഞാനിത് വിജയിക്കും എന്ന് അല്ല ഇത്രയും ആഘോഷമാവുമെന്ന് വിചാരിച്ചിരുന്നതാണ് എന്നും പറഞ്ഞിട്ട് വീട്ടിൽ കയറിയിരിക്കുകയല്ല. ഇത് ഞാൻ എൻജോയ് ചെയ്യണം. അവർ കൂടെ നിന്നിട്ട് ഇടിച്ച് കയറി ഫോട്ടോ എടുക്കുമ്പോഴും അവർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് നമ്മുടെ തോളത്ത് തൂങ്ങി ആർക്കും ഒരു ഇതില്ലാണ്ട് ഞാൻ അവരുടെ കൂടെ അവർ ഒരു ഉപദ്രവം ഇല്ലാണ്ട് നമ്മൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇത് വേണ്ടി കൊതിച്ചിരുന്ന ആളാണ് ഞാൻ. ആ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഞാനിങ്ങനെ ആസ്വദിക്കുന്നു. അങ്ങനെ തമാശക്കാരൻ ആദർശേനെ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ആളുടെ കണ്ണൊക്കെ നിറയാണ്. പക്ഷെ സന്തോഷശ്രുവാണ് കേട്ടോ. പിന്നെ അതന്നെ, ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എന്റെ അഹങ്കാരമാണെന്ന് അമർ അക്ബർ അന്തോണിയിൽ തന്നെ ഡയലോഗാണ്. സിനിമയിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കോൺഫിഡൻസ് അല്ല, അഹങ്കാരം എന്ന് ഒരിക്കലും പറയില്ല. കാരണം കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അതിനെ പാട്ട് ചെയ്ത സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായത് ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് അമേരിക്കയിലുള്ള ഡോക്ടർ സക്കറിയ തോമസ്, അദ്ദേഹം എൻ്റെ അടുത്ത് 100 പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ ഓരോ ഷോസ്, അദ്ദേഹത്തിന്റെ ഒരുപാട് ഷോസ് ഞാൻ അമേരിക്കയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയും, നമുക്കൊരു പടം ചെയ്യണം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, വല്ല പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും, വെറുതെ വേറെ പണിയില്ലേ. അല്ല നമുക്ക് ഒരു സിനിമ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ അതേ സമയമാകുമ്പോൾ പറയാം ഡോക്ടർ, അതൊക്കെ ആട്ടെ, സിനിമയിലൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി കാശ് മുടക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പറഞ്ഞ് ഇന്ന് ഡോക്ടറെ ഞാൻ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ സിനിമ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. അതിൻ്റെ കൂടെയുള്ള ആൽവിൻ ആൻ്റണി ചേട്ടൻ എൻ്റെ അടുത്ത് പണ്ട് മാനത്തെ കൊട്ടാരം എന്ന പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പടം ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ രണ്ടുപേരും ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ്. പിന്നെ പാട്ട് ചെയ്ത സമയത്ത് ഈ പാട്ടുകൾ സിനിമയ്ക്ക് ഓക്കെ ആകും എന്ന് ഞാനിപ്പോൾ പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ കയറിയിട്ട് മ്യൂസിക്കും ചെയ്തു എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞോട്ടെ അതിനകത്ത് ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ മതി എന്ന് തീരുമാനിച്ച് ആ പാട്ടുകളിൽ ലോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ പാട്ട് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ അതൊക്കെ ഇത് ക്ലിക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ പാട്ടുകളുടെ കാര്യത്തിൽ കേട്ടോ. ഇനി സിനിമയുടെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തേ ഒരു പടം എടുക്കാൻ ഇത്രയും വൈകി? ഇപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് എവിടെയായിരുന്നു ഈ സംവിധായകന്റെ തൊപ്പി ഇത്രയും കാലം എന്നായിരിക്കില്ലേ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി ഇത്രയും ലേറ്റായെന്ന് വെച്ചത്. പക്ഷേ ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ് പണ്ട് രജനീകാന്ത് പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അമർ അക്ബർ അന്തോണി, എവിടെയാണ് അമറും അക്ബറും അന്തോണിനെയൊക്കെ ആദ്യം കാണുന്നത്? എൻ്റെ അടുത്ത് ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 2 പേര് വന്നിട്ട് കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രവും 2 സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്. ആദ്യം ഇത്രയും വലിയ സിനിമയൊന്നുമില്ലായിരുന്നു. ആദ്യം എനിക്ക് പിടിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ആദ്യം ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ജയസൂര്യയെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, 3 ഈക്വൽ കഥാപാത്രങ്ങളാണ്. അപ്പം ഞാൻ 2-3 പുതിയ കക്ഷികളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഹീറോ വേഷം മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ, 3 ഈക്വൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ജയസൂര്യയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ കഥ പറയാൻ വേണ്ടിയിട്ട് വരെയാണ് നിൻ്റെ അടുത്തേക്ക്, പക്ഷേ ഒരു കാര്യം പറയാം, 3 ഈക്വൽ ക്യാരക്ടേഴ്സാണ്, നിനക്ക് ചെയ്യാൻ പറ്റുമോ? അതിനെന്തൊക്കെ നല്ല സംഭവമാണ്, ഞാൻ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ജയൻ്റെ അടുത്ത് പറഞ്ഞു. ജയൻ ഭയങ്കര ഹാപ്പിയായി. പിന്നീട് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ ആൽവിൻ ആൻ്റണി ചേട്ടൻ ആണ് പൃഥ്വിരാജിൻ്റെ അടുത്ത് ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറയുന്നത്. രാജു കേട്ടു. രാജു പറഞ്ഞു, എനിക്ക് എടാപോടാ വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധമുള്ള 3 പേരെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ചേട്ടനാകുമ്പോൾ ഞങ്ങളൊരു ക്ലാസ്മേറ്റ്സ് ടീം. അപ്പോൾ രാജുവാണ് ഇങ്ങനൊരു ടീം പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ജയസൂര്യ ഉണ്ടായിരുന്നു, പൃഥ്വിരാജുമായി ഇന്ദ്രൻ്റെ പേരും കൂടി വന്നപ്പോൾ കൃത്യമായിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങനൊരു സിനിമ ജനിച്ചു.
ആദ്യം മിമിക്രിയിലേക്ക്, പിന്നെ അവരൊക്കെ സിനിമയിലേക്ക്, അങ്ങനെ ഒത്തിരി പേരെ കൈപിടിച്ചുയർത്തിയ നാദൃശിയാണ് ഇപ്പോൾ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ നിതയുടെ കൂടെ ഉള്ളത്. അങ്ങനെയൊന്നും നമ്മൾ ആരും അവതരിപ്പിച്ചിട്ടില്ല. അത് വിനയം. സത്യത്തിൽ ദിലീപിനെയും സലിംകുമാറിനെയൊക്കെ പോലുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണ് എന്നുള്ളത് നാദൃശിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയല്ലേ? ഇപ്പൊ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. ദിലീപിന് മിമിക്രി ട്രൂപ്പിൽ അന്ന് പണ്ട് മാരേജ് കോളേജിൽ ദിലീപ് പഠിച്ചിരുന്ന സമയത്ത് ദിലീപ് എന്നെ പരിചയപ്പെടാൻ വേണ്ടി, ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ദിലീപ് കലാഭവനിൽ മിമിക്രി ഗാനങ്ങളുടെ ഇടയ്ക്കൊക്കെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണെങ്കിലും ഞാൻ വേറെ പ്രൊഫഷണൽ ട്രൂപ്പിൽ അംഗമാണെന്ന്. ആ ട്രൂപ്പിലൊന്ന് കയറി പറ്റാൻ വേണ്ടി ദിലീപ് കുറേ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം എന്നെ പരിചയപ്പെടാനും ട്രൂപ്പിൽ കയറാനും വേണ്ടിയിട്ട് കുറേ ബസ് സ്റ്റോപ്പിൽ ഞാൻ എന്നെ എപ്പോൾ കാണുമ്പോഴും മടിക്ക് കുത്തി അഴിച്ചിട്ടിട്ട് സലാം പറഞ്ഞ് നിന്ന് എൻ്റെ അടുത്ത് എന്താണ് ലാലോ ലക്സ്, സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വരെ നിന്ന് കാണിച്ചിട്ടുണ്ട്. അന്നൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ മാരേജ് കോളേജിൽ ഞാൻ ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയി. മിമിക്രിയുടെ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാൻ പോയപ്പോൾ ദിലീപിൻ്റെ കഴിവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തൊരു വല്ലാത്തൊരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുത്തു വിട്ടു. ദിലീപ് വന്ന് കണ്ടു. ഞങ്ങൾ തമ്മിൽ അന്നുള്ള സൗഹൃദം പിന്നീട് നാദം എന്ന് പറഞ്ഞിട്ട് നാദർഷാൻ ദിലീപ് എന്ന് പറഞ്ഞൊരു കാസറ്റ് സ്വന്തമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഓഡിയോ വീഡിയോ ചെയ്തു. ഇപ്പോഴും ആ സൗഹൃദമുണ്ട്. ഇപ്പോൾ സിനിമ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു ദിലീപ് എന്തുകൊണ്ട് നായകനായില്ല എന്നൊക്കെ ചോദിച്ചില്ലേ? അതെ, ദിലീപിന്റെ കൂട്ടുകാരൻ നാദൃശ. പക്ഷേ ആദ്യത്തെ പടം ചെയ്തപ്പോൾ കൂട്ടുകാരനായാലും നായകനായിട്ടില്ല. അപ്പൊ പറയൂ. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് അതിന് ഉത്തരം കിട്ടും. കാരണം ഈ സിനിമയിൽ ദിലീപിന് പറ്റുന്ന ഏത് വേഷമുള്ളത്? ഇതിനകത്ത് പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തും തന്നെയാണ് ഈ സിനിമ ക്യാപ്റ്റൻ. അതല്ലാണ്ട് ദിലീപിന് പറ്റിയ ഒരു ക്യാരക്ടർ ഇതിനകത്തില്ല. സൗഹൃദവും സിനിമയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെ വേറെ ആയിട്ട് അത് ആ തട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ വേണമെങ്കിൽ കൂടെ കൂട്ടാൻ നമുക്ക് യാതൊരു മടിയില്ല. ദിലീപാണോ ടെൻഷൻ വന്നാൽ വിളിക്കുന്ന ആദ്യത്തെ കൂട്ടുകാരൻ? മിക്കവാറും അവൻ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ വന്നാൽ വിളിക്കുന്നതാണ്. കാരണം എന്തെങ്കിലും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും അവനെ വിളിച്ചു നോക്കാറുണ്ട്. വിളിച്ചു നോക്കുമ്പോൾ ടെൻഷൻ കൂടും. കാരണം ബെല്ലടിക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, എടുക്കാറില്ല പലപ്പോഴും. കാരണം അല്ല ചിലപ്പോൾ ഷോട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിലേ തിരിച്ചു വിളിക്കട്ടോ, തിരിച്ചു വിളിക്കാതിരിക്കുന്നില്ല. ഏത് വാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ രാത്രി ഉറങ്ങി വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കും എന്താടാ ഞാനിപ്പോൾ കണ്ടോളൂ നിന്റെ കോള് പറഞ്ഞു അങ്ങനെ വിളിക്കാറുണ്ട് വെളുപ്പിന്. അതുകൊള്ളാം. ഇപ്പോഴത്തെ കാലത്ത് ഒരു തമാശ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആളുകളെ അവരെല്ലാം മത്സരിക്കുന്നത് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തമാശകളോടാണ്. നാദൃശ എങ്ങനെയാണ് ഈ ഒരു കാലത്തിനെ കാണുന്നത്? ഭയങ്കര സെൻസാണ് പിള്ളേർക്ക്. ഒരു ഇഷ്യൂ നാട്ടിലുണ്ടായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവരുടെ തലയിൽ വരുന്ന ചെയ്തിട്ട് ഒരു പിക്ചറായിട്ടും അതിൻ്റെ മേളിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന കമൻസും ഞെട്ടിച്ച് കളയുന്ന അത് അസാധ്യ ഹ്യൂമർ സെൻസാണ് പലർക്കും. വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇത്തരത്തിലുള്ള കോമഡികളും കാര്യങ്ങളും കൂടുതൽ വരുമ്പോൾ ശരിക്കും സിനിമ ചെയ്യുമ്പോഴും മറ്റുള്ള കോമഡി പ്രോഗ്രാം ചെയ്യുമ്പോഴും ശരിക്കും നല്ല ടഫാണ്. അതിനെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. അവരെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതിന് അത്രയും നല്ല സാധനങ്ങൾ കയ്യിൽ വേണം ഇനി. തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു, അതും തമാശയുടെ രൂപത്തിൽ തന്നെ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആണ്. ഈ സോഷ്യലി ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് മാത്രമാണോ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടി വേണ്ടതല്ലേ? ഒറ്റ വാക്കി പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധത ഈ ജനറേഷന് കുറവാണെന്നാണോ കൂടുതലാണെന്നാണോ? ഈ സിനിമയിൽ പറയുന്ന കാര്യം അത് എല്ലാ ജനറേഷനിലും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ ഒക്കെ ഏലൂരൊക്കെ ആരെങ്കിലും ഒരാൾ ആ നാട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും അതിൽ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പോണ ഏതെങ്കിലും കാർന്നവർ പിടിച്ചെടുത്തിട്ട് എവിടെയാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവന് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാവും ഗ്രാമത്തിൽ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ഡോറിൽ താമസിക്കുന്ന ആരാണെന്ന് ഒരു പിടിയില്ല. അത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഈ സിനിമ വലിയൊരു മെസ്സേജ് നമ്മൾ ഈ സിനിമയിലൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും വിളിച്ച് പറഞ്ഞ പ്ലസ് പോയിന്റ്സിലൊന്നാണ്. പറയുന്നത് അമർ അക്ബർ അന്തോണിയുടെ സംവിധായകൻ സാക്ഷാൽ നാദൃശ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങടെ കയ്യിൽ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ എറിയില്ലേ സുന്ദരി പെണ്ണേ. ആ ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടും നാം, പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. മതിയാ? ശശാങ്കനാകും. ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചിട്ട് നടക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടായി ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ? ചെമ്പരത്തിപ്പൂ അല്ല ചെവിയിൽ വെക്കേണ്ട കാര്യങ്ങൾ കുറേ. ശരിക്കും നമ്മൾ വിചാരിച്ചിരുന്നത് പ്രകൃതിയായിരുന്നു, മഴ. ഒരു 99% സീൻസ് നമുക്ക് ഇതിനകത്ത് ഔട്ട്ഡോർ ആയിരുന്നു. ആ സമയത്ത് ഒരു മെയ് 7 പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. മുന്നോട്ട് പോകുമ്പോൾ ഇനി മഴ പെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ
നമുക്കൊരു പണി ചെയ്താൽ ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ പറയും ഇവരൊക്കെ ഡേറ്റ് കറങ്ങി തിരിഞ്ഞോണം. ഈ 3 പുലികളാണ്. പിന്നെ നമിത പ്രമോദ് നായിക, അവർ ഏറ്റവും ബിസിയുള്ള ഹീറോയിൻസിൽ ഒരാളാണ്. ഇവരെല്ലാവരുടെയും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നോക്കി കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല മഴ പെയ്ത് എന്ത് ചെയ്യും? ഈ 2 ചോദ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു മഴ പെയ്താൽ നമുക്ക് ആ സമയത്ത് ആലോചിക്കാം എന്താണ്. ഇപ്പം ഞാൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നാർഷയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ദൈവമുണ്ട്. ധൈര്യമായിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത്. എന്തോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല പൊരിഞ്ഞ മഴ. ഞങ്ങൾ ലൊക്കേഷനിൽ, കൊച്ചിയാണെന്നല്ലോ ലൊക്കേഷനിൽ ചെന്നിറങ്ങുമ്പോൾ മഴയില്ല. ഷൂട്ടിംഗ് കഴിയും. പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കയറുമ്പോൾ പൊരിഞ്ഞ മഴ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മുടെ കൂടെ, നിന്നോട് കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഈ സിനിമയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മഴയൊക്കെ തിരിച്ചുവിടാൻ നാദൃശ പാട്ടുമെല്ലാം പാടിയാ? ഇല്ല, സാധാരണഗതിയിൽ ഞാൻ എൻ്റെ എല്ലാ ഗാനങ്ങൾക്കും പാടുന്നത് ശങ്കര എന്നുള്ള പാട്ടാണ്. അത് പാടിയിട്ട് പലപ്പോഴും മഴ പെയ്തിട്ടുണ്ട്. ഖത്തറിൽ വരെ മഴ പെയ്തിട്ടുണ്ട്. ഡാൻസിന് ശേഷം പാടി മഴ പെയ്പ്പിച്ച ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ണി എന്ന് പറഞ്ഞ പിഷാരടിയുടെ കഥാപാത്രത്തിന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഇങ്ങനെ കണ്ടു പഠിക്കണം. അപ്പുറത്തെ വീട്ടിലാണ് നമ്മുടെ വില്ലൻ ജീവിക്കുന്നത്. അതെ അതെ അതെ, തൊട്ടടുത്ത വീട്ടില് വില്ലൻ. റിയൽ ലൈഫിൽ ആരാണ് അങ്ങനെ? അവനെ കണ്ടു പഠിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അത് പണ്ട് എന്താ പറയാ, ഞാൻ എൻ്റെ വീട്ടിൽ ശരിക്കും പക്ക ഗ്രാമത്തിലായിരുന്നു, ഈ ഏലൂര്. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? കറക്റ്റ് വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്ത്, സ്കൂളിന്റെ അടുത്താണ് വെണ്ണല. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മാവിന്റെ ഹോട്ടല കളിച്ച് ബഹളം ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ വന്ന് തിരിച്ചു കയറുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തൊട്ടടുത്ത വീട്ടിലെ പയ്യനൊക്കെ ഇരുന്ന് പഠിക്കണൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നീ അവനെ കണ്ടുപിടിക്കാണ്ട്. അതൊക്കെ രാവിലെ തന്നെ. പിന്നെ എന്നെയൊക്കെ ആ സമയത്ത് കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അതേ അവനെ കണ്ട കാലത്ത് തന്നെ എല്ലാം എന്ത് അടുക്കും ചിട്ടുള്ള, എനിക്ക് ഇതൊന്നും ഇല്ലാത്ത ആളായിരുന്നല്ലോ നമ്മൾ. ഒരു അടുക്കും ചിട്ടയില്ല, ഒരു കാര്യമില്ല. എപ്പോൾ വന്ന് പോയാൽ പോയി വീട്ടിലേക്ക്. നടനായിട്ട് വന്ന ഒരാളാണല്ലോ. അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് ഇങ്ങനെ വഴിതിരിഞ്ഞത്? ശരിക്കും കാസറ്റുകളൊക്കെ, ഓഡിയോ കാസറ്റൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ ഓഡിയോ കാസറ്റുകളിലൂടെ ഒരു വിഷ്വൽ സെൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പണ്ട് ദേമാവലി ടൈറ്റാണ് എനിക്ക്. ഇതൊക്കെ ചെയ്ത സമയത്ത് നമ്മളൊരു അത് കേൾക്കുന്ന ആൾക്കാർ പറയുമായിരുന്നു, ഇത് ശരിക്കും ഒരു സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വിഷ്വൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. നമ്മൾ സ്വന്തം അതിനൊക്കെ കാശ് മുടക്കിയത് കഴിയുന്നത് ഞാൻ തന്നെയാണ്. അപ്പം അതിൻ്റെ പേരിൽ പൈസ മുടക്കി ചെയ്യുന്നതിൻ്റെ പേരിൽ വേറൊരാളുടെ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പണി പഠിച്ചതാണ്, അല്ലാതെ വേറൊരാൾക്ക് പണി കൊടുത്തിട്ട് ഞാൻ പണി പഠിച്ചല്ല. അമർ അക്ബർ അന്തോണി, ഇതിൽ സംവിധായകൻ നാദിർഷയുടെ പേഴ്സണൽ ഫേവറേറ്റ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമർ അക്ബർ അന്തോണിയും 3 പേരും. ഇപ്പം എൻ്റെ 2 മക്കളാണ് ആയിഷയും ഖദീജയും. ഇതിലേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെയാണ് അമർ അക്ബർ അന്തോണി. ഈ അച്ഛൻ അമ്മ മക്കളോടുള്ള സ്നേഹം ഈ ഡയങ്കോലില്ലായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. സ്വപ്നം കാണാത്ത ഒരു ദിവസം കൊണ്ട് ഞാൻ പണ്ട് കണ്ട ഒരുപാട് സ്വപ്നങ്ങളിലെ ദിവസമായിരുന്നു എനിക്ക് ഈ ഒക്ടോബർ 16 എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും പല സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംവിധായകനായിട്ട് എൻ്റെ സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് അതൊക്കെ സംഭവിക്കുമോ? ഉദയനാണ് താരത്തിൽ ഉദയനൊക്കെ. പിന്നെ തീർച്ചയായിട്ടും ഉദയനാണ് താരമൊക്കെ കണ്ട സമയത്ത് ഞാൻ ആ തിയേറ്ററിൻ്റെ ബാക്കിൽ ശരിക്കും എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊക്കെ കൊതിച്ച് അതിലെ കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കൊതിച്ചിരുന്നതാണ് അങ്ങനത്തെ ഒരു. ആ ദിവസം എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നു. എനിക്ക് ഒക്ടോബർ 16 എന്ന് പറഞ്ഞാൽ ഞാൻ ആ തിയേറ്ററിൽ ചെന്നപ്പോൾ എന്നെ എടുത്ത് ജനം പൊക്കിയിട്ട് തുള്ളിയപ്പോൾ ശരിക്കും ഞാൻ കരയായിരുന്നു. പടം കണ്ടിട്ട് തിയേറ്ററിൽ ബാക്കിൽ ലാസ്റ്റ് ആൾക്കാരെല്ലാവരും ഞാൻ പാടിയ പാട്ടിന്റെ കൂടെ എഴുന്നേറ്റുന്ന ജനം കൈയടിച്ച് തുള്ളുന്ന കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയിന്ന്. കൈയടികൾ തുടരട്ടെ. അപ്പോ സംവിധായകൻ നാദിർഷ വീണ്ടും അടുത്ത സിനിമയ്ക്ക് ശേഷം, അടുത്ത ഹിറ്റുകൾക്ക് ശേഷം കാണാം, സംസാരിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ, സന്തോഷത്തിൽ. ഓൾ ദി വെരി ബെസ്റ്റ്.